ഹലോ വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് ആലപ്പുഴ ജില്ലയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഹരിപ്പാട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഹരിപ്പാട് എത്തിയാൽ നമുക്ക് രമേശ് ചെന്നിത്തലയെ കാണാതെ പോകാൻ കഴിയില്ല. ആൻഡ് ഈ ഇലക്ഷൻ ബസ്സിൽ കയറി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് നമ്മുടെ രമേശ് ചെന്നിത്തല, നമ്മുടെ സ്വന്തം RC. നമസ്കാരം, വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. നമസ്കാരം. നല്ല ചൂടുണ്ടല്ലേ പൊതുവെ പുറത്ത്? ചൂട് അല്ലേ? ഒരു രക്ഷയില്ല. തെരഞ്ഞെടുപ്പിന്റെ ആ ചൂടുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ ചൂടുമുണ്ട്, പുറത്തുള്ള ചൂടുമുണ്ട്. അകത്തും പുറത്തും ചൂടാണ്. അതാണ്. ഞാൻ സംസാരിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF ഭൂരിപക്ഷം കിട്ടിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന CRCയോടാണോ? അത് എന്റെ പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അങ്ങയുടെ പേര് K സുധാകരൻ പറഞ്ഞു, അങ്ങയുടെ പേര് PJ കുര്യൻ പറഞ്ഞു. K സുധാകരൻ ആവർത്തിച്ച് അങ്ങയുടെ പേര് പറയുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പലരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കണം. ഇനി മുഖ്യമന്ത്രി ആരാണെങ്കിലും സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലേ? അതെല്ലാം തീരുമാനിക്കേണ്ട പാർട്ടി ഹൈക്കമാൻഡ് അല്ലേ? അതൊരു സ്വാഭാവികമായ ചോയ്സ് അങ്ങനെയായിരിക്കുമല്ലോ. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അന്തിമമായ തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക. ശരി, ഇന്നിപ്പോ ഏറ്റവും വാർത്ത വന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് അങ്ങേക്ക് സന്തോഷിക്കാനും ഒന്ന് അങ്ങേക്ക് നിരാശയുണ്ടാക്കുന്നതുമായ വാർത്തയാണ്. ഒന്ന്, ദിനേശിന്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങ് ഉയർത്തിയ ആരോപണത്തെ ഭാഗികമായി ശരിവെച്ചുകൊണ്ട് ഒരു സ്റ്റേ വന്നിരിക്കുന്നു. അതിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡിജ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ പ്രാഥമിക സോഫ്റ്റ്വെയറിൻ്റെ ടെൻഡർ നടപടികളിൽ ക്രമക്കേടുണ്ട് എന്ന അങ്ങയുടെ ആരോപണത്തിനാണ് ഒരു പരിധിവരെ സാധൂകരണം ലഭിച്ചത്. 2, ലോകായുക്തയിലെ ഭേദഗതി, അത് അങ്ങയുടെ ഹർജി അടക്കം തള്ളിയിരിക്കുന്ന സാഹചര്യമാണ്. വളരെ വിവാദമായ 14-ാം വകുപ്പിലെ ഭേദഗതി, അത് അങ്ങേക്ക് തിരിച്ചടിയാണോ? ഇത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധേയമായ ഒന്നാണ്. ഞാനാണ് ഈ ദിനേശ് PD സഹകരണ സംഘത്തിൻ്റെ കൺസോർഷ്യത്തിന് ഈ കേരളത്തിലെ 4415 ബ്രാഞ്ചുകൾ സോഫ്റ്റ്വെയർ നൽകാനുള്ള ഉത്തരവ് കൊടുക്കാൻ ഇവർ ആഗ്രഹിച്ചത്. ഒരു ഉത്തരവ് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പോയി. ഇലക്ഷൻ കമ്മീഷൻ്റെ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി അംഗീകാരം കൊടുക്കാൻ വേണ്ടി വെക്കുമ്പോഴാണ് ഞാൻ ഈ വസ്തുത എല്ലാം പുറത്തു വിട്ടത്. ടാറ്റ കൺസൾട്ടൻസിക്ക് ഇവർ ആദ്യം കൊടുത്തതാണ്. സിംഗിൾ ടെൻഡർ വന്നപ്പോഴും അവർ ക്യാബിനറ്റിൽ കൊണ്ടുപോയി ഇത് കൊടുത്തതാണ്. പിന്നെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശമുണ്ട്, സിംഗിൾ ടെൻഡർ ആണെങ്കിലും അംഗീകരിക്കാവുന്നു. ഇനി എന്തായാലും ആവട്ടെ, ടാറ്റ കൺസൾട്ടൻസി പുറത്തു പോയി. മലബാർ ഈ നമ്മുടെ ദിനേശ് PD സഹകരണ സംഘത്തിൻ്റെ കൺസോർഷ്യവും മെറ്റ എന്ന് പറയുന്ന മലബാർ ടെക്നോളജിക്കൽ ഒരു പേരാണ്, അവർ രണ്ടുപേരാണ് അപേക്ഷിച്ചത്. മെറ്റയേക്കാൾ വളരെ കൂടുതലായ 4 ഇരട്ടി തുകയാണ് ദിനേശ് PD സഹകരണ സംഘം കോട്ട് ചെയ്തത്. എന്നിട്ടും അവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് മെറ്റ കോടതി പോയത്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു 500 കോടി മുതൽ 700 കോടി രൂപ വരെയുള്ള ഒരു അഴിമതിയാണ്. കാരണം ഇത് വളരെ ലോവസ്റ്റായിട്ട് കൊടുക്കാൻ ആളുണ്ടായിട്ടും അവർക്ക് കൊടുക്കാതെ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് കൊടുത്തതാണ് പ്രശ്നം. ദിനേശ് PD സഹകരണ സംഘത്തിന് ഞാൻ എതിരൊന്നുമല്ല, അവർ കൺസോർഷ്യം ഉണ്ടാക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ സംഘത്തിൻ്റെ പണം പൊതുജനങ്ങളുടെ പണമാണ്. ഈ പണം 500 കോടി മുതൽ 700 കോടി വരെ അടിച്ചു മാറ്റാനുള്ള സൗകര്യം കൊടുത്തു എന്ന് പറയുന്നതിനെ എതിർക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ എതിർത്തത്. അധികാരത്തിൽ വന്നാൽ ഇതിലൊരു വിജിലൻസ് അന്വേഷണം സ്വാഭാവികമായി 100% ഉണ്ടാവും. ഇതിനകത്ത് ഇതിനുവേണ്ടി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പെടാൻ പോവാണ്. വലിയ തട്ടിപ്പാണ് നടന്നത്. ശരി, അതോടൊപ്പം തന്നെ ലോകായുക്തയുടെ കാര്യത്തിൽ നമുക്ക് ഭാഗികമായി ഞങ്ങളുടെ വിജയമാണ്, ഭാഗികമായി മറ്റവർക്കാണ്. കാരണം ഞങ്ങൾ പറഞ്ഞത് എന്താ, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എങ്കിലും ഇതിൻ്റെ അധ്യക്ഷനായിരിക്കും. അതിനെ ഭാഗികമായി കോടതി അംഗീകരിച്ചിരിക്കുക. അതുപോലെ ഞങ്ങൾ പറഞ്ഞു, ഇത് 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അംഗീകരിക്കപ്പെടണം. അതും കോടതി അംഗീകരിച്ചു. പിന്നെ നിയമം ഉണ്ടാക്കുന്ന ഗവൺമെൻറ്റാണ്, അസംബ്ലിയാണ്, പാർലമെൻറ്റ്. നിയമം ഉണ്ടാക്കുന്നവർക്ക് ഭേദഗതി വരുത്താനുള്ള അധികാരമുണ്ടല്ലോ. ആ ഒരു പോയിന്റിൽ മാത്രമാണ് ഗവൺമെൻറ്റിന് അനുകൂലമായി വിധി ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിധി ഉണ്ടായാൽ അധികാരത്തിൽ നിന്ന് ഒഴിയണം എന്നുള്ളത് മാറുന്നു, പകരം നിയമസഭയുടെ അംഗീകാരം. സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നിയമസഭയുടെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഭേദഗതിയിലൂടെ പല്ലില്ലാത്ത ഒരു സിംഹമായി മാറുന്നു എന്ന് മാത്രവുമല്ല, അധികാരത്തിലെത്തിയാൽ നിങ്ങൾ ഇതിൽ ഭേദഗതി വരുത്തും. ഞങ്ങൾ ആലോചിക്കും, ഗൗരവമായിട്ട് തന്നെ ആലോചിക്കും. കാരണം ഇത് വാസ്തവത്തിൽ ഇത് ചെയ്തത് നരേന്ദ്രമോദിയാണ്.
എവിടെങ്കിലും എടാ അഴിമതി നടത്തിയിട്ട് ആ അഴിമതിനെ പറ്റി അന്വേഷിക്കാൻ അതിന് തലവന് അനുവാദം വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും അന്വേഷണം നടക്കും. ഞാൻ പറഞ്ഞത് അരുൺ ഒരു മനസ്സിലാണ്, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു അഴിമതി കേസുകളും അഴിമതിയുടെ പേരിൽ മുഖ്യമന്ത്രിയോ മന്ത്രിയോ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല ലോകായുക്തയുടെ പേരിൽ. ലോകായുക്ത മാത്രമല്ല പല്ല് തള്ളി കുളിച്ചു. എല്ലാം ഇന്ത്യയിൽ ഇപ്പോൾ അഴിമതിക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ലോകായുക്ത നിയമമുള്ളത് കർണാടകത്തിലാണ്. ഏറ്റവും ശക്തമാണ്. അതിന് പോലും പ്രവർത്തിക്കാൻ കഴിയും. കാരണം ഇതിന് ഒരു മന്ത്രിയുടെ പേരിൽ ആരോപണം വന്നാൽ അതിന് സാങ്ഷൻ കൊടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദം വേണം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിയമസഭ അല്ലെങ്കിൽ ഗവർണറുടെ അപ്പോയിന്റിങ് അതോറിറ്റിയുടെ അനുവാദം വേണം. അപ്പോൾ XMLA MLA മന്ത്രി എവരുടെയൊന്നും പേരിൽ ഒരു അഴിമതി ആരോപണവും ഇന്ത്യയിൽ ഇപ്പോൾ അന്വേഷിക്കാൻ കഴിയും. അപ്പീൽ പോകുന്നില്ല. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫുൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ പോകേണ്ട വന്നാൽ പോകും. അതല്ലെങ്കിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ അതിൽ ഭേദഗതി വരുത്തും. വേണ്ട, അത് ഫുൾ ജഡ്ജ്മെൻറ്റ് കിട്ടട്ടെ, കിട്ടിയതിനു ശേഷം. ശരി, ഇപ്പോൾ FCRയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദം നടക്കുകയാണ്. BJP വലിയ പ്രതിരോധത്തിലാവുന്നു എന്നുള്ളതാണ്. അങ്ങേക്കെതിരെ മത്സരിക്കുന്നത് സന്ദീപ് വചസ്പതിയാണ്. അങ്ങേക്കെതിരെ ഇന്ന് P. സന്തോഷ് കുമാർ ഒരു ആരോപണം ഉന്നയിച്ചു. BJPയുടെ വോട്ട് വാങ്ങിയാണ് അങ്ങ് വിജയിക്കുന്നത് എന്നൊരു ആരോപണമാണ്. അതിൽ ഡീലുള്ളത് രമേശ് ചെന്നിത്തലയും BJPയും തമ്മിലാണെന്നൊരു ആരോപണം ഇന്ന് CPIയുടെ രാജ്യസഭാ MP ഉന്നയിച്ചിട്ടുണ്ട്. ഈ സന്തോഷ് കുമാർ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, അദ്ദേഹത്തിന് കേരളത്തെ പറ്റി അറിയത്തില്ല. ഞാനിവിടെ ഏറ്റവും നല്ല ശക്തമായ മത്സരം നടക്കുന്നത് BJP ആയിട്ടാണ് ഇവിടെ കേരളത്തിൽ, എൻ്റെ മണ്ഡലത്തിൽ. മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും എനിക്കെതിരെ ശക്തരായ BJP സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നുള്ളൂ. എനിക്ക് BJPയുടെ വോട്ടൊന്നും വേണ്ട, എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്താണ് ഞാൻ ജയിക്കുന്നത്. അതിൽ ഇത്തവണ സന്ദീപ് മത്സരിച്ചാലും ഹരിപ്പാട് 11,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഈ BJP വോട്ട് കൂടുതൽ പിടിച്ചാൽ അങ്ങേക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ടോ? BJP വോട്ടൊന്നും ഇവിടെ കൂടുതൽ പിടിക്കത്തില്ല. കാരണം ഇത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ശരി, ഈ FCRയുടെ കാര്യത്തിൽ സഭ ഇന്നലെ ഞാൻ ഹൈലിയെ സംസാരിച്ചപ്പോഴും ഇന്ന് സഭയുടെ പ്രതികരണം വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് BJPക്കെതിരെ ക്രിസ്ത്യൻ സഭകൾ ഇപ്പോൾ ഒരുമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം ശക്തമായി വന്നിട്ടുണ്ട്. ഇതൊരു വർഗീയ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ 1200-ലധികം വരുന്ന ക്രിസ്ത്യൻ സഭകളുടെ NGOകൾ ഒരുപക്ഷെ പിടിവീഴാം. അവരുടെ ആസ്തി മുഴുവൻ ഏതോ ഒരു റിട്ടേൺ ഫയൽ ചെയ്യപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ അത് എടുത്തുകൊണ്ട് പോകാവുന്ന സാഹചര്യം ഉണ്ടാകും. വളരെ അപകടകരമായ ഒരു നിയമ ഭേദഗതിയല്ലേ ഇത്? തീർച്ചയായിട്ടും അപകടകരമായ നിയമ ഭേദഗതിയാണ്. ഇത് പാർലമെൻറ്റിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാർ ശക്തമായി ഇതിനെ എതിർത്തിരുന്നു. ഇത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നു. അത് വോട്ട് കൊണ്ട് തിരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമൊന്നുമല്ല, അതൊരിക്കലും ശരിയായ ഈ കേക്കുമായി പോകുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത്. അതെ, അതൊരിക്കലും ഇപ്പം കേക്കുമായിട്ട് പോയി അവരെ ക്യാൻവാസ് ചെയ്യാനാണല്ലോ BJP നേതൃത്വം ശ്രമിച്ചത്. പ്രധാനമന്ത്രി തന്നെ ക്രിസ്മസിന് പള്ളികളിൽ പോകുന്നു. എന്നിട്ടാണ് അവരുടെ സ്ഥാപനങ്ങളെ മുഴുവൻ ഞെരുക്കത്തക്ക നിലയിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുണ്ടായിരിക്കുന്ന പുതിയ നിയമ ഭേദഗതി ഇത് പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് വഖഫ് നിയമം എങ്ങനെയാണോ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചത്, അവരുടെ ആസ്തികൾ ലക്ഷ്യം വെച്ചത്, സമാനമായ രീതിയിലുള്ളൊരു നിയമനിർമ്മാണമാണോ ഇത്? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. BJP ഗവൺമെൻറ് അധികാരത്തിൽ തുടർന്നാൽ മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് രക്ഷയില്ല. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് നമ്മൾ കഴിക്കണം, എന്ത് നമ്മൾ ധരിക്കണം, എന്ത് നമ്മൾ സംസാരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റും അല്ലെങ്കിൽ BJPയുമായി മാറുകയാണ്. മാത്രമല്ല വഖഫ് നിയമം കൊണ്ടുവന്ന് മുസ്ലിങ്ങളുടെ കഴുത്തിന് പിടിച്ചു. ഈ നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവ സഭകളുടെ കഴുത്തിന് പിടിക്കുക. അപ്പോൾ അവരത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള BJPയുമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു ഡീൽ ഉണ്ടാക്കുമെന്ന് അങ്ങ് പറയുന്നു. അങ്ങ് SDP കാര്യമാണ് പ്രധാനമായിട്ട് പോകുന്നതെങ്കിലും അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ കേരളത്തിൽ പിണറായി വിജയൻ BJPയുമായി ഒരു രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? 100%. ഈ ധാരണ ഉണ്ടാക്കിയത് ഇപ്പോഴല്ല, 2021 തെരഞ്ഞെടുപ്പിലാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയും കേരളത്തിൽ തുടർഭരണം ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ്റെയും ലക്ഷ്യം രണ്ടും ഒന്നാണ്. മാർഗമേ വ്യത്യാസമുള്ളൂ. ലക്ഷ്യം രണ്ടും ഒന്നാണ്. 2021 തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ CPMന് BJPയുടെ വോട്ട് കിട്ടി. ഞാൻ കണക്ക് പറയാം.
UDF കിട്ടിയത് 40%, LDF കിട്ടിയത് 44%. 14% അതിന് മുമ്പുണ്ടായിരുന്ന BJPയുടെ വോട്ട് 10 കുറഞ്ഞു. ആ 4% അങ്ങോട്ട് പോയപ്പോഴാണ് തുടർ ഭരണം ഉണ്ടായത്. ഇത് BJPയുടെ വോട്ടല്ല പോകുന്നത്, പരിശോധിച്ചാൽ NDAയുടെ വോട്ടാണ്. BDJS കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലെയും കണക്കെടുത്ത് നോക്കിയാൽ BDJSന്റെ വോട്ട് പോകുന്നു. ഇത്തവണ 2020യുടെ വോട്ടാണ് പോകുന്നത്. ഉന്നത്തനാട് മാത്രം സ്വാധീനമുണ്ടായിരുന്ന 2020ക്ക് 19 സീറ്റ് അവർ കൊടുത്തിരിക്കും. നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞ് പോകുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 2020 നിൽക്കുന്നത്. 30,000 വോട്ട് CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആരാ? 2020. ഇത് വെച്ചാൽ 2020 വേഷപ്രച്ഛന്നമായിട്ട് ഡീലിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നാണ് BDJS. അതായത് കക്ഷികളിലൂടെയാണ്, ഘടക അവർ കക്ഷികളിലൂടെ തീരുമാനിക്കും ആരാണ് മത്സരിക്കേണ്ടത്. ഘടക കക്ഷികളിലൂടെയാണ് വോട്ട് ട്രാൻസ്ഫർ. എവിടെയാണ് നിങ്ങൾ കാണണം, ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ്. BDJSന്റെ സ്ഥാനാർത്ഥിയും 2020 സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വ്യക്തമാണ് ഡീൽ. കാരണം BJP പ്രവർത്തകരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വോട്ട് മറിച്ച് ചെയ്യുന്നു വരില്ല. സ്വാഭാവികമായിട്ട് അവർ അവരുടെ പാർട്ടിക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യുമായിരിക്കും, അവരുടെ പാർട്ടി. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാറ്റി വോട്ട് ചെയ്യാൻ ഒരുപാട്. അതേ താമരചിഹ്നം മാറ്റുക എന്നതാണ് ആ മണ്ഡലങ്ങളിൽ. താമരചിഹ്നം മാറ്റിയിട്ട് അവർ വെക്കുന്നത് ചക്കയും മാങ്ങയും കുടവും വടിയൊക്കെയാണ്. അതൊരു ഡീലിന്റെ ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് CPM ഒരു ഗുണം വേണ്ടേ? ഇപ്പോ അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPM BJPക്ക് ഒരു ഗുണം കൊടുക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വോട്ടുകൾ CPMനാണ് പോകുന്നത് പലയിടത്തും. അതാണ് പ്രശ്നം. ഈ വോട്ട് CPM ഗുണമായി, BJPക്ക് കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കുക. നരേന്ദ്രമോദിക്ക് ഓപ്പൺ ചെയ്യണമെന്നില്ല. അവർ എവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? ഇത്രയും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് ഒരു ഗവൺമെന്റ് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാവരുത്. അതാണ് അവരുടെ ലക്ഷ്യം. അവർക്കിപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചാൽ അവർക്ക് എന്താ കാര്യം, എന്താ പ്രശ്നം? മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കുക, 41 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. പക്ഷെ ഉമ്മൻചാണ്ടി പോലും ആ കേസിൽ മെറിറ്റില്ല എന്ന് പറഞ്ഞതാണ്. അതല്ല, മെറിറ്റില്ല എന്നല്ല, CBI കേസുമായിട്ട് പോയതല്ലേ. അതെ, CBI കേസുമായിട്ട് പോയി സുപ്രീം കോടതിയിൽ ആ കേസ് കിടക്കുകയാണ്. 41 തവണ ഒരു കേസ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ കാര്യം. പക്ഷെ അത് ആ അർത്ഥത്തിൽ പിണറായി വിജയന്റെ വേട്ടയാടൽ കൂടിയല്ലേ? മാറ്റിവെക്കുമ്പോൾ പ്രോസിക്യൂഷൻ തന്നെ പനിഷ്മെന്റ് ആവുകയല്ലേ? ഡിലേഡ് അല്ല, ഇത് ചെയ്യാമല്ലോ, ഇയർലി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലല്ല, ഇയർലി നേരത്തെ തന്നെ ഈ കേസ് കേൾക്കണമെന്ന് ഇയർലി ഹിയറിങ്ങിന് വേണമെങ്കിൽ CBIക്ക് അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാരണവശാലും പിണറായി വിജയനെ നുള്ളി നോവിക്കാൻ അവർ തയ്യാറല്ല. അതേസമയം ഒരു സംഭവം, 30 കിലോ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത്. നയതന്ത്രം. അന്ന് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി, 1.5 വർഷം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രന് വരെ നോട്ടീസ് അയച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് നോട്ടീസ് പോലും അയച്ചില്ല? രാഹുൽ ഗാന്ധി 56 മണിക്കൂർ ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, ഹേമന്ത് സോറനെ ജയിലിലിട്ടു, DK ശിവകുമാറിനെ ജയിലിലിട്ടു, ചിദംബരത്തെ പോലും ജയിലിലിട്ടു. ഇവിടെ ഇത്രയും കേസ്, മാസപ്പടി കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, നിരവധിയായ കേസുകൾ വന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും, ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറായി. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതാണ് എൻ്റെ ചോദ്യം. ഒരു മിനിറ്റ് പറയണം എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ സമാനമായ നിരവധി കേസുകളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും MPമാരെയും ഒക്കെ ചോദ്യം ചെയ്ത് ജയിലിലിടുമ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കുന്നതിൻ്റെ അർത്ഥം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ധാരണയാണ്. എപ്പോൾ പോയാലും ആമാടപ്പട്ടിയും ആറന്മുള കണ്ണാടിയും കൊടുക്കേണ്ട കാര്യമുണ്ടോ? അരുൺ, ആദ്യമായിട്ട് പോകുമ്പോൾ കൊടുക്കാം, രണ്ടാമത് പോകുമ്പോൾ കൊടുക്കാം. എപ്പോൾ പോയാലും ആറന്മുള കണ്ണാടി ആമാടപ്പട്ടിയും കൊടുക്കേണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റായി അമിത്ഷായെ ആദ്യമായിട്ട് പിണറായി വിജയൻ ഈ യാത്രക്കിടയിലാണ് കാണുന്നത്. അമിത്ഷായെ കാണുന്നത്. അപ്പോൾ അമിത്ഷായെ കാണുന്ന ആദ്യം വീട്ടിൽ പോയി കാണുക, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ സ്ഥാനാർത്ഥികളെയും 2020 സ്ഥാനാർത്ഥികളെയും പരിശോധിച്ചാൽ ഇവരാരാണെന്ന് ആർക്കും അറിയും.
പക്ഷെ അങ്ങനെയാണെങ്കിൽ SDP പിന്നീട് എങ്ങനെ ബാന്ധവം ഉണ്ടാവും? ഒരു ഭാഗത്ത് BJP ഡീൽ ഉണ്ടാവുമ്പോൾ SDP ബാന്ധവം ഉണ്ടാവും. രണ്ടും രണ്ട് വ്യത്യസ്ത ചേരികളല്ലേ? എന്ത് ചേരി? അവർക്ക് എന്ത് ചേരി? പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ വരികയെന്നുള്ളതല്ലാതെ എന്ത് ചേരി? അദ്ദേഹം പലപ്പോഴും പറയുമല്ലോ, 2 വോട്ടിന് വേണ്ടി ഞങ്ങൾ ഒരു ചറ്റത്തരവും കാണിക്കത്തില്ല. ഇപ്പൊ എത്ര വലിയ ചറ്റത്തരം അദ്ദേഹം കാണിച്ചോണ്ടി? അദ്ദേഹത്തിന്റെ വാചകം, എൻ്റെ വാചകമല്ലേ. 2 വോട്ടിന് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കത്തില്ല. SDP അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിൽ ഇതിനേക്കാൾ വലിയ ചറ്റത്തരം അദ്ദേഹം കാണിക്കാനുണ്ടോ? നിലവിൽ ഈ സ്വർണ്ണക്കൊള്ള കേസ്, CMRL എക്സാലോജി കേസ്, ഈ കേസുകളാണ്. കിടക്കണോ? ശ്രീ രമേശ് ചെന്നിത്തലയുടെ കൊച്ചുമകൻ കൂടി നമുക്കൊപ്പം ഉണ്ട് ഈ യാത്രയിൽ. അദ്ദേഹത്തിന് ചെറിയായിട്ട് ഉറക്കം വരുന്നുണ്ട് അല്ലേ? രോഹൻ ആണ്, വിളിക്കലായ രോഹൻ ചെന്നിത്തല എന്നാണ് പേര്. ഭാവിയിൽ ഹരിപ്പാട് അതില്ല, മക്കളൊന്നും രാഷ്ട്രീയത്തിലില്ല. മക്കൾ രാഷ്ട്രീയത്തിലില്ല. ഓക്കെ, അവര് സിവിൽ സർവീസിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫിലുമാണ്. ഓക്കെ, ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടി. നിലവിൽ ഈ ക്യാമ്പയിൻ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഈ ക്യാമ്പയിനിൽ കാണുന്നുണ്ടോ? ഒരു ഭാഗത്ത് നുണേശൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കും, സൈബർ മീഡിയ. മറുഭാഗത്ത് നുണറായി എന്ന് വിളിച്ചുകൊണ്ട് പിണറായി വിജയനെ ആക്ഷേപിക്കും. അങ്ങാണെങ്കിലും രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാം. ആ നിലവിട്ട് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ വർഗവഞ്ചകൻ G. സുധാകരനെ രാഷ്ട്രീയ ചരിത്രം എന്ന പ്രയോഗം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അനാരോഗ്യകരമായ ചില പ്രവണതകൾ കടന്നു കൂടുന്നുണ്ടോ? അല്ല, അത് ഞാനും കാണുന്നുണ്ട്. അത് ശരിയല്ല. ആദ്യം മുതൽ തന്നെ സതീശനെതിരായി സൈബർ ഗുണ്ടകൾ, CPM-ന്റെ സൈബർ ഗുണ്ടകൾ ഈ ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കുന്ന ഒരു ടീമുണ്ട്, AK സെൻ്റർ. അവരവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ നുണേശൻ ഇങ്ങനെ പറയും. അത് കണ്ടപ്പോഴാണ് പിന്നെ നമ്മുടെ ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കും. ഞാനൊന്നും ഒരിക്കൽ പോലും എത്രയോ വർഷമായി നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായി ഞാൻ ആരെയും ആക്രമിക്കാറില്ല. എന്നാൽ ശ്രീ പിണറായി വിജയൻ എപ്പോഴും ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കും. നമ്മുടെ ചെറ്റ എന്ന് വിളിച്ചു നമ്മുടെ G. സുധാകരൻ. അല്ല, രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ്. എല്ലാവരും അതാണല്ലോ. എൻ്റെ അർത്ഥം എന്താ? ചെറ്റത്തരം കാണിച്ചു, ചെറ്റയാണെന്നുള്ളത്. പരനാറി എന്ന് പ്രേമേന്ദ്രനെ വിളിച്ചു. നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ വിളിച്ചു. ഇങ്ങനൊക്കെ. പിന്നെ വർഗവഞ്ചകൻ എന്ന്, അതിനൊരു കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജി. കുലംകുത്തി. ഇതൊന്നും ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലുള്ള ആളിന് യോജിച്ചതല്ല. നമ്മളാരും വിളിക്കാറില്ല, ഞാൻ ആരും വിളിക്കാൻ. ഇപ്പം തന്നെ എൻ്റെ എനിക്കെതിരായുള്ള സ്ഥാനാർത്ഥി എനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ്. എവിടെ പോയാലും വ്യക്തിപരമായ ആക്ഷേപം. ഞാൻ നമ്മുടെ ആളോട് പറഞ്ഞു, അയാൾ പറഞ്ഞോട്ടെ. ആ പറയുന്നതൊക്കെ ജനങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ തിരിച്ചൊന്നും പറയണം. കാരണം ഈ രാഷ്ട്രീയത്തിലൊരു നിലവാര തകർച്ച നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. നിലവിൽ ഈ SNDP വോട്ടുകൾ വളരെ നിർണായകമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കുറവ് ഈഴവ പ്രാതിനിധ്യമേ ഉള്ളൂ എന്ന മറ്റൊരു പ്രചരണം നടക്കുന്നു. ഞാൻ നോക്കിയപ്പോഴും സീറ്റ് നോക്കുമ്പോൾ ഇപ്പം LDF-ന്റെ കാര്യത്തിൽ 30ഓളം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇവിടെ 17 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. കഴിഞ്ഞ തവണ 14ആയിരുന്നു, അതിൽ 3 കൂടി. പക്ഷെ അവിടെ 27 ആയിരുന്നത് 30 കൂടി. ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുടെ വരവനുസരിച്ചാണ്. ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും അതിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ ജാഗ്രത കാണിച്ചല്ലോ ഇത്തവണ. ഈ 17 സീറ്റ് അടുത്ത കാലത്തെങ്കിലും നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ 14 സീറ്റ് കൊടുത്തിട്ട് ഒരാളെ ജയിച്ചുള്ളൂ. അത് വിജയസാധ്യതയുള്ള സീറ്റാ. ഏത് സീറ്റാ? ഞാൻ ചോദിച്ചു, വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ ഏതാണ്? ഇതെല്ലാം വിജയസാധ്യതയുള്ള സീറ്റുകളാണ്. ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ല എന്ന് പറയുന്നത് കണ്ണൂരിലെ ചില സീറ്റുകൾ മാത്രമാണ് പലപ്പോഴും. അല്ലാത്ത സീറ്റൊക്കെ ജയസാധ്യതയുള്ള സീറ്റുകൾ തന്നെയാണ്. തിരുവനന്തപുരത്താണേലും കൊല്ലത്താണേലും ആലപ്പുഴയിലാണേലും ഇതൊക്കെ ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള കോട്ടയത്താണേലും ഇടുക്കിയിലാണ്. ആ സീറ്റുകളൊക്കെ ഞങ്ങൾ ഇത്തവണ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈഴവ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്നൊരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടോ? ഈ ഈഴവ പ്രാതിനിധ്യം വേണ്ടത്ര ഇല്ലെങ്കിലും. അല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട ഈഴവ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും, സംശയം വേണ്ട. അതിലൊരു സംശയമില്ല. ഞങ്ങൾക്ക് നല്ലൊരു ശതമാനം കിട്ടും, അതെപ്പോഴും കിട്ടും. അത് കുറയുമ്പോഴാണ് പലപ്പോഴും ഞങ്ങൾ തോക്കുന്നത്. ഇപ്പം ഈ സ്വർണ്ണക്കൊള്ള വീണ്ടും രാഹുൽ ഗാന്ധി വലിയ ആക്ഷേപമായിട്ട് ഉയർത്തുന്നു. പാട്ട് പാടുന്നു രാഹുൽ ഗാന്ധി. ഇന്നിപ്പോൾ ബൃന്ദ കാരാട്ട് തിരിച്ചു പാട്ട് പാടുന്നു. ഈ സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റേണ്ടതുണ്ടോ? കനകൂല് പോലും പറഞ്ഞത് സ്വർണ്ണക്കൊള്ള അത് ചർച്ച ചെയ്യപ്പെടേണ്ട ജില്ലകളിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. കാര്യമായ നേട്ടം തിരുവനന്തപുരത്ത് ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണെങ്കിലും അവിടെ പിന്നിലാണ്. കൊല്ലത്ത്, ആലപ്പുഴയിൽ, തൃശ്ശൂർ, പാലക്കാട്ട് ഇവിടെയൊക്കെ സ്വർണ്ണക്കൊള്ള തിരിച്ചടിക്കേണ്ടിയിരുന്നു. പക്ഷെ അവിടെ ഒന്നും തിരിച്ചടിച്ചില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്നത് തിരിച്ചടിക്കുമോ? ഒരിക്കലും തിരിച്ചടിക്കില്ല. സ്വർണ്ണക്കൊള്ള ഒരു വിഷയം തന്നെയല്ലേ.
CPM-ന്റെ 4 നേതാക്കന്മാർ ജയിലിൽ കിടന്നു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. ഞങ്ങളുടെ ആളുകളെ അതിനകത്ത് കൂട്ടാൻ നോക്കി, പക്ഷേ കോടതി തന്നെ പറഞ്ഞു, വിജിലൻസ് തന്നെ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഏറ്റവും വലിയ കള്ളത്തരം കാണിച്ചിട്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ ഈ ഗവൺമെൻറ് പാർട്ടി ചെയ്തില്ല. രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. ഈ ജയിലിൽ കിടന്നു അയ്യപ്പൻ്റെ സ്വർണം കട്ടുന്ന 4 പേരുടെ പേരിൽ ഒരു നടപടി. പക്ഷെ അവരുടെ പേരിൽ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കിയെന്ന് SIT കണ്ടെത്തിയിട്ടില്ല. SIT കണ്ടെത്തേണ്ട ഇവരല്ലേ ഇതിന് അനുവാദം കൊടുത്തത്. സ്വർണം എവിടെ പോയി? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഈ സ്വർണം എവിടെയെന്നുള്ളതാണ് ഇതുവരെ ഉത്തരം കണ്ടെത്താത്തൊരു കാര്യമാണ്. ഗോൾഡ് എവിടെ പോയി? ആ ഗോൾഡ് കണ്ടെത്താൻ SIT കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം തൊണ്ടി മുതൽ ആളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തൊണ്ടി മുതൽ കണ്ടെത്തുക. തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? SIT പ്രവർത്തിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് വരെ SIT പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തായിട്ടുള്ളതാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പോൾ NDAയുടെ പ്രകടന പത്രിക ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്നുള്ളതാണ്. നിങ്ങളും അതേ കാര്യം പറയുന്നു, NDAയും അതേ കാര്യം പറയുന്നു. അല്ല, ഞങ്ങൾ CBI അന്വേഷണം ആദ്യം പറഞ്ഞതാണ്, ഇപ്പൊ പറയുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞത് കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു SIT അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഒരു ക്രെഡിബിൾ അന്വേഷണമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇപ്പൊ NDA അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായി അത് കൊണ്ടുവരുന്നു പ്രകടന പത്രികയിൽ. അവരെന്ത് ഈ ശബരിമലയ്ക്ക് ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ട് അവർ വല്ലതും ചെയ്തോ? ഏതെങ്കിലും ഒരു അജിറ്റേഷൻ ചെയ്തോ? സമരം ചെയ്തോ? എയിംസ് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് NDAയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. ഇത് കുറെ കാലമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കും. അതിവേഗ റെയിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അല്ല, അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്തും പറയാമല്ലോ. അത്രേ ഉള്ളൂ NDAയുടെ പ്രകടന പത്രികയുടെ കാര്യത്തിൽ. NDA അധികാരത്തിൽ വരത്തില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പറയും. അപ്പോൾ പിന്നെ എന്ത് വാഗ്ദാനം കൊടുത്താലും എന്താ കുഴപ്പം? ഒരു 2 കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഫ്രീ ആക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത്. അങ്ങനെ ഇത് ചർച്ചയാകുമ്പോൾ CPM എടുത്ത് കാണിക്കാൻ പോകുന്നത് അങ്ങേക്കറിയാം ആ ചിത്രമാണ്, സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രമാണ്. 2019 ഒരു ചിത്രമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടൂർ പ്രകാശ് MP ആയതിനു ശേഷമാണ്. സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുമ്പോൾ സോണിയാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാട്ടുമ്പോൾ സ്വർണം കെട്ടത് ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ CPM സഖാക്കൾ പറയുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോയി ചോദിക്കപ്പ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് തിരിച്ചെടുക്കുക. വീട്ടിൽ പോയി ചോദിക്കാൻ കുറേ ദിവസമായിട്ട് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആര് ചോദിച്ചാൽ അദ്ദേഹത്തെ അത് ചോദിച്ചോട്ടെ. ഇത് നിങ്ങൾ ആ ഫോട്ടോ അവർ കാണിച്ചാൽ ഞങ്ങൾ പിണറായി വിജയൻ്റെ കൂടെ ഇരുന്ന് ആംബുലൻസ് കൊടുക്കുന്ന ഫോട്ടോ ഞങ്ങൾ കാണിക്കും. പക്ഷെ രണ്ടും രണ്ടല്ലേ? എന്ത് രണ്ട്? ഒരിടത്ത് ഗോവർദ്ധനുണ്ട്, ഒരിടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, കയ്യിൽ ഏലസ് കെട്ടുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ള ആളുകളെല്ലാം കൂടെയാണ് പിണറായി വിജയൻ്റെ കൂടെ നിന്ന്. പക്ഷെ ദേവസ്വം ബോർഡിന് കൊടുത്തതാണ്. അതിനെന്താ? അവിടെ ഈ 2 പേരും ഉണ്ടായിരുന്നല്ലോ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഫംഗ്ഷനിൽ ഇങ്ങനെയുള്ള ആളുകൾ, എന്താ കളങ്കിതരായ ആളുകൾ അങ്ങനെ പങ്കെടുക്കില്ല. അവിടെ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് ഇവിടെയും പോയത്. ഒരു കാര്യം കൂടി, വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ UDF? അതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഇവിടെ എന്ത് വികസനം നടന്നത്? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി പിണറായി വിജയൻ സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ എൻ്റേതാണെന്ന് പറയാൻ ഇവിടെ ഉണ്ടോ? അവർ പറയുന്നു വാട്ടർ മെട്രോ ഞങ്ങളുടേതല്ലേ. വാട്ടർ മെട്രോയ്ക്ക് ആരംഭം കുറിച്ച് ഞങ്ങളല്ലേ, ഞങ്ങൾ അതിന് തുടങ്ങുന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് ആശയം കൊണ്ടുവന്നതും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഗവൺമെൻറ് തന്നെ. ഇപ്പോൾ വ്യവസായ നിക്ഷേപങ്ങൾ, ഏത് നിക്ഷേപം നിങ്ങൾ അറിയോ? കേരളത്തിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? FDI ഓൺലി 300 crores, 300 കോടി മാത്രം. 300 കോടിയാണ് വിദേശ മൂലധന നിക്ഷേപം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ട്രില്യൺസ് ആണ്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്ര. ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ കമ്പനി വരാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? വിശാഖപട്ടണത്ത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആന്ധ്ര മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ നമ്മുടെ ചന്ദ്രബാബു നായിഡു എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ ഫാക്ടറി വൈശാഖിൽ വരുന്നത്, വിശാഖപട്ടണത്ത് വരുന്നത്. ഇവിടെ ആരെങ്കിലും ഇവിടുത്തെ മൂലധനം മുടക്കാൻ ഇവിടെ 10 വർഷമായിട്ട് വന്നിട്ടുണ്ട്. ആരാ വന്നത്? പക്ഷേ സ്റ്റാർട്ടപ്പ് നമ്മൾ ഒന്നാമതാണെന്നാണ്. സ്റ്റാർട്ടപ്പുകളിൽ തന്നെ നല്ലൊരു ശതമാനം ബാംഗ്ലൂരിലേക്ക് പോവാം. ഈ രാജീവ് പറയുന്ന ബുട്ടിക്ക്, ബാർബർ ഷാപ്പ്, പിന്നെ നാട്ടിൽ നടക്കുന്ന തട്ടുകടകൾ, ഇതെല്ലാം കൂടെ കാരണം അറിയോ?
വ്യവസായം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ മാറ്റി. ആ ആ ബുട്ടിക്ക്, അതോടൊപ്പം തന്നെ ചെറിയ തട്ടുകടകൾ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും വ്യവസായത്തിൽ ചേർന്നു. രാജീവ് പറയുന്നതിൻ്റെ 50% ബൂട്ടി ഇപ്പം തന്നെ. ഇവിടെ ആരെ വ്യവസായം, ഇവരാരെയും പറ്റി? തിരിച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ 5 ഗ്യാരണ്ടിയുമായിട്ട് വരും. ആ 5 ഗ്യാരണ്ടി ജനങ്ങൾക്ക് കിട്ടുമെന്ന് എന്തുറപ്പാണുള്ളതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തെപ്പറ്റി വിശദമായ സാമ്പത്തിക വിദഗ്ധന്മാരുമായും സാങ്കേതിക വിദഗ്ധന്മാരുമായും വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇതിൻ്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷനെ പറ്റി ഞങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. KSRTക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. ഗവൺമെൻറ് പണം കൊടുക്കും KSRTC. എല്ലാ സ്ത്രീകൾക്കും കേരളത്തിൽ ഞങ്ങൾ സൗജന്യ KSRTCയിലെ യാത്ര. അത് ശരിക്കും ആവശ്യമുണ്ടായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല. കാരണം പാവപ്പെട്ട ആളുകൾക്ക് അല്ല, എല്ലാവരും മീൻസ് കാറിൽ പോകുന്നവർ വേണ്ട ആവശ്യമില്ല. അതെന്ന് ചോദിച്ചു, മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവർ, മധ്യവർഗത്തിൽപ്പെട്ടവർ, അല്ല അതിനൊക്കെ നമ്മൾ ഇത് വെക്കുമല്ലോ, നോംസ് വരുമല്ലോ. അതായത് ദരിദ്ര കാശ് കൊടുക്കാൻ ഒരാൾ യാത്ര ചെയ്യേണ്ടി വരില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് സമ്പൂർണ്ണ സൗജന്യം എന്ന് പറഞ്ഞാൽ അല്ല, അത് പിന്നെ നോംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ബെൻസ് കാറിൽ പോകുന്നവന് ഇതിനകത്ത് പോകേണ്ട കാര്യമില്ല, KSRTC പോകേണ്ട കാര്യം ആ ബോധമില്ല. ഈ പെൻഷന്റെ കാര്യം 3000 രൂപയാക്കുമെന്ന് അത് ഞങ്ങൾ 3000 രൂപ. പക്ഷേ 600 രൂപ കൊടുക്കാൻ പറ്റാത്ത UDF ആണോ 3000 കൊടുക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. 600 രൂപ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പെൻഷൻ ആദ്യം ആരംഭിച്ച 100 രൂപയായിരുന്നു 6 സംഘടന കാലത്ത്. കാലം മാറുന്നതിനനുസരിച്ച് തുക വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതൊരു ഗവൺമെന്റ് കടമയാണ്. പക്ഷെ ആദ്യമായി കേരളത്തിൽ പെൻഷൻ പദ്ധതി ആരംഭിച്ചതാരാണ്? R. ശങ്കർ കേരള മുഖ്യമന്ത്രി ആയിരിക്കും. പിന്നെ കാലാനുസൃതമായി കൂട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ 300 രൂപ 3000 രൂപ ഞങ്ങൾ വാഗ്ദാനം ചെയ്യാണ്, ഞങ്ങൾ നടപ്പാക്കും. അത് ശരിക്കും ജനങ്ങൾ വിശ്വസിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നു? 100% വിശ്വസിക്കും. കാരണം തെലങ്കാനയിലും ആന്ധ്രയിലും ഞങ്ങൾ കൊടുത്ത ഗ്യാരണ്ടി മുഴുവൻ നടപ്പാക്കി. പക്ഷെ അവിടെ വൃന്ദാക്കാരായിട്ട് ചോദിക്കുന്നു, അവിടെ കൊടുത്ത 2500 കിട്ടാനില്ല എന്നാണ് വൃന്ദാക്കാരായിട്ട് പറയുന്നത്. വൃന്ദാക്കാരൻ്റെ ഇവിടെ ഇലക്ഷൻ ആയിട്ട് പറയുന്നതല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം ഈ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നുള്ള പ്രകാശ്കാരായിട്ട് പോലും പറയില്ലല്ലോ. അപ്പൊ ഈ വയനാട്ടിലെ കാര്യത്തിൽ ഈ വാക്കു പാലിച്ചില്ല എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഞാൻ ഒരു കാര്യം എന്നോട് പറയാം. ആദ്യം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പറഞ്ഞത് ഗവൺമെൻറ് ഭൂമി തരുമെന്നാണ്. ഞങ്ങൾക്കെല്ലാം വീട് വെക്കാൻ താല്പര്യമുള്ളവർ ഗവൺമെൻറ് 1 വർഷം ഞങ്ങളിട്ട് വട്ട് തട്ടി ഭൂമി തന്നില്ല. ഗവൺമെൻറ് ഭൂമി എടുക്കുന്നതിന് 1.5 വർഷം എടുത്തു. ഇപ്പം തന്നെ കേസ് കിടക്കുകയാണ്. എന്താ ഒരു തോട്ടമാണ് എടുത്തത്, പ്ലാന്റേഷനാണ്. അപ്പോഴും കേസ് പ്ലാന്റേഷനുകളാണ് കൂടുതൽ. അതെ. അപ്പം ഞങ്ങൾക്ക് 1.5 വർഷം ഭൂമി തരാതിരുന്നു. പിന്നെ ഞങ്ങൾ ഭൂമി കണ്ടെത്തി, വലിയ വില കൊടുത്ത് ഭൂമി വാങ്ങി രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടു. ഞങ്ങൾ സമയബന്ധിതമായി തന്നെ ഈ വീടുകൾ പാവങ്ങൾക്ക് വെച്ചു. പക്ഷെ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, അതിനകത്ത് ഇപ്പോൾ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ട്രാൻസ്പെറൻസി ഇല്ല. ആ അക്കൗണ്ട് ശരിക്കും ഏത് അക്കൗണ്ടാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയും? അല്ല, APCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിൻ്റെ ജോയിന്റ് അക്കൗണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ സത്യവാങ്മൂലത്തിൽ കാണിക്കണ്ടേ? പാർട്ടിയുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ട കാര്യം അല്ല, പാർട്ടിയല്ല, അവരുടെ പേര് അവർ ഓൺ. ഇപ്പം എൻ്റെ അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ 9 വർഷം KPC പ്രസിഡന്റ് ആയിരുന്ന ഞാൻ. അങ്ങനല്ല, ആ പ്രസിഡന്റ് ആയിരുന്ന എൻ്റെ പേരിലാണ് കേരളത്തിലെ മിക്കവാറും കോൺഗ്രസ് ഓഫീസുകളെല്ലാം ഭൂമി വാങ്ങിച്ചത് എൻ്റെ പേരിലാണ്. അപ്പം ഞാൻ അതെല്ലാം എൻ്റെ സ്വത്തിൽ കാണിക്കാൻ പറ്റും. അപ്പം അത് പാർട്ടിയുടെ പദവി അക്കൗണ്ടിലാണ്. അതാണ് ക്ലാരിറ്റി. അത് അങ്ങേക്ക് 100% അത് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ KPC അങ്ങനെ ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും ഈ ഫണ്ട് ഇത് ചർച്ചയ്ക്ക് ഇങ്ങനെയാണത്? ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. KPCC പ്രസിഡന്റ് ആയിരുന്ന എൻ്റെ പേരിലാണ് കേരളത്തിലെ 40% പാർട്ടി ഓഫീസുകൾ. ഞാൻ എൻ്റെ കണക്കിനത് കാണിക്കണം, ഞാൻ കാണിച്ചിട്ടില്ല. ശരി, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അവിടെ വിഡ്ഢിയായ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്, LDF ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. അതിലൊന്ന്, ഇപ്പോൾ വീട് വെച്ചില്ല എന്നുള്ളതാണല്ലോ ആരോപണം. അവിടെ ശരിക്കും തറക്കല്ലിട്ട് പോയതിനു ശേഷം മേപ്പാടി പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അല്ല, അതിൻ്റെ പ്ലാൻ അപ്രൂവൽ വേണം. പ്ലാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, അപ്രൂവൽ വേണം. നിരവധി സാങ്കേതികമായ അപ്രൂവൽ ആവശ്യമുണ്ട്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണല്ലോ ഈ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വന്നത്. അത്രേ ഉള്ളൂ. അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ T. സിദ്ദിഖ്, അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. മര്യാദകേടായി വർത്തമാനം, സ്വാഭാവികമായ ഡിലേ ആണ്. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു. അതൊക്കെ വളരെ തെറ്റായ കാര്യം. കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഇനി ഇതിനകത്ത് നിന്ന് പണം അടിച്ചോണ്ട് പോകേണ്ട കാര്യം. രക്തസാക്ഷി ഫണ്ട് അടിച്ചോണ്ട് പോയവര് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു വേണ്ട. ഞങ്ങൾ ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ അതിന്റെ മുഴുവൻ രേഖകൾ പുറത്തു വിട്ടു.
ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കേട്ടു. ചിലതിൽ കഴമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ അടക്കം എൽദോസിന്റെ കാര്യമടക്കം നമ്മൾ കണ്ടു. ജോസഫ് വാഴക്കന്റെ കാര്യം കണ്ടു. അങ്ങേക്ക് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു തീരുമാനം ഏതായിരുന്നു? എനിക്ക് വിഷമകരമായ ഒരു കാര്യം ജോസഫ് വാഴക്കൻ സീറ്റ് കൊടുക്കാം. ഇന്നുള്ള പല നേതാക്കന്മാരിൽ വെച്ച് സമർത്ഥനായ ഒരാളാണ്. KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, രാഷ്ട്രീയകാര്യ സമിതി. ഒരിക്കൽ ടിക്കറ്റ് അദ്ദേഹത്തിന് കൊടുത്തത്. കഴിഞ്ഞ തവണ അദ്ദേഹം ആഗ്രഹിച്ച മൂവാറ്റുപുഴയായിരുന്നു. അത് കിട്ടാത്തപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് കൊടുത്തു. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം കയറി മത്സരിച്ചു. അത് അദ്ദേഹത്തിന് നാടുകൂടിയാണ്. BJP കിട്ടിയ വോട്ടൊന്നുമല്ല, കുറേ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയുകൊണ്ടാണ് അദ്ദേഹം പരാജയം. അപ്പോൾ അദ്ദേഹത്തിനൊരു സീറ്റിന് അർഹത ഉണ്ട്. 21 പേര് KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങയുടെ ഒപ്പം നിൽക്കുന്നവരും കുറച്ച് പേരുണ്ട്. പക്ഷേ KCയുടേതാണ് കൂടുതൽ നോമിനി. അങ്ങനെയൊന്നും അങ്ങനെ ഇന്നയാളുടെയാണ് ഇന്നയാളുടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പാർട്ടിക്കകത്ത് ഇപ്പം അങ്ങനെ അങ്ങ് ശരിക്കും തുറന്ന് പറയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും അങ്ങ് ശരിക്കും വേണമെന്ന് പറഞ്ഞത് ആരുടെ പേരുകളൊക്കെയാണ്? ഒന്ന് ജോസഫ് വാഴക്കൻ. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ശരിയുമല്ല. എൽദോസ് പക്ഷേ എൽദോസിൻ്റെ കാര്യത്തിലെടുത്തത് എൽദോസിന് അവിടെ നിന്ന് ജയിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസമായിരുന്നു. എല്ലാ MLA-മാർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ എൽദോസിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചർച്ചയിലൂടെ നമുക്ക് എൽദോസിനെ മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ ജോസഫ് വാഴക്കൻ്റെ കാര്യത്തിൽ ഒരു ഹാർട്ട് ബേണിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും. ഈ കേസിന്റെ കാര്യത്തിൽ KS എന്നോട് പറഞ്ഞത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് KS പറഞ്ഞു ചില ഉറപ്പുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ KSന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് മത്സരിക്കണം എന്നുള്ളത്, അല്ലേ? അദ്ദേഹം തന്നെ അത് പറഞ്ഞു. പക്ഷേ പിന്നീട് MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം വന്നപ്പോൾ പിൻവാങ്ങി എന്നാണ് അറിയുന്നത്. ഒരാശയക്കുഴപ്പമോടെ ഇല്ല, KS ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അതിനെപ്പറ്റി ആലോചിച്ചാണ്. പക്ഷെ അത് വേറെ KS അല്ലാത്ത ധാരാളം നേതാക്കന്മാർ MP-മാരായിരുന്നവർക്ക് മത്സരിക്കണമെന്ന്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കാൻ പോകുമ്പോൾ ഇത്രയും MP-മാർ ഒരുമിച്ച് മത്സരിച്ചാൽ അത് എൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി ഹൈക്കമാൻഡ് ആ MP-മാർ മത്സരിക്കുന്നത് തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ KSനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു, സംസാരിച്ചു. അതിന് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങൾ മൂന്നും കൂടെ തീരുമാനിച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്, സംസാരിച്ചു. ഞാൻ ഉറപ്പിച്ചന്ന് പത്രക്കാരോട് പറഞ്ഞു അദ്ദേഹം പാർട്ടി വിടില്ല, ഒരു സംശയവും വേണ്ട. പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം അംഗീകരിച്ചു. അതാണ് സുധാകരനെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്, പാർട്ടി വലുത് ഞാൻ എത്രയോ ചെറുത് എന്ന്. അതാണ്. അപ്പോൾ സുധാകരനെ പോലൊരു വലിയ നേതാവ് പാർട്ടി തീരുമാനം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ മാന്യതയും പാർട്ടി കൂറുമാണ് തെളിയിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നത് അവസാനിപ്പിക്കുകയാണ്. സർക്കാർ എത്ര സീറ്റുമായിട്ടായിരിക്കും UDF സർക്കാർ 100 സീറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് അത് ടു മച്ച് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാകും. 80-ന് പുറത്ത് സീറ്റ് ഉറപ്പാണ്. 100 സീറ്റ് എന്നാണ് ഞങ്ങളുടെ അത് നമ്മുടെ പ്രതീക്ഷയാണ്, ലക്ഷ്യമാണ്. പക്ഷേ റിയലിസ്റ്റിക് ആയി ഓൺ ഗ്രൗണ്ടിൽ 80 സീറ്റെങ്കിലും മിനിമം ഉണ്ടാവും. സീറ്റിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾക്കൊരു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളോട് ഞങ്ങൾ തരും. കാരണം ജനങ്ങൾ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്, ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ആഗ്രഹിക്കുകയാണ്, ഒരു പുതിയ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതാ സാധാരണ 5 വർഷം കൂടി ഇരിക്കുമ്പോഴാണ് ഇത് ആഗ്രഹിക്കുന്നത്. ഇപ്പം 10 വർഷമായി. സോ പീപ്പിൾ വാണ്ട്സ് എ ചേഞ്ച്. അങ്ങനെ ഇതാകെ മനസ്സിലാക്കാത്ത ഒറ്റയാക്കിയോ ഇവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം ഞങ്ങൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചു. ചേലക്കര ഒഴിച്ച്. ചേലക്കര 40,000 ഞങ്ങൾ പാർലമെൻറ്റ് 18-ൽ 20-ൽ 18 കിട്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയം ഉണ്ടായി. ഇതൊന്നും വിജയം ഉണ്ടായിട്ടും അത് അംഗീകരിക്കാത്ത ഒരാളേ ഉള്ളൂ, പിണറായി വിജയൻ. ഒരു പരാജിതൻ്റെ കപട ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെ അത് നയിക്കട്ടെ. KSUവിൻ്റെ ലീഡറായി വന്ന് NSU ആയി, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി, AICCയുടെ ചുമതലകളിൽ വിവിധ സംസ്ഥാനങ്ങൾ നിർവഹിച്ച് ഹിന്ദിയും മലയാളവും എനിക്കൊരു അത്യാവശ്യം തെലുങ്കും കന്നഡയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ. ഇത്രയും അനുഭവ സമ്പത്തുള്ള ശ്രീ RC ന്യായമായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കില്ലേ മുഖ്യമന്ത്രി ആവുക എന്നത്? അത്തരം ചോദ്യത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. കാരണം രാഹുൽ ഗാന്ധി ഖാർഗെജിയും കൂടെ ഞങ്ങളെല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. വളരെ ദീർഘമായ ചർച്ച ചെയ്തിട്ട് അവരൊരു തീരുമാനമെടുത്തു. നമ്മളുടെ ലക്ഷ്യം എന്താണ്? പാർട്ടി അധികാരത്തിൽ. അത് കഴിഞ്ഞ് എന്താണ്
മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഞങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതാണ് തീരുമാനം. ആ തീരുമാനമുള്ളപ്പോൾ ഞാൻ മറിച്ചൊരു അഭിപ്രായം പറയുന്നത് പാർട്ടി വിരുദ്ധമാണ്. തന്നെയുമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാനൊരു വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് ശരി. റൈറ്റ്, നമുക്കിപ്പം രമേശ് ചെന്നിത്തല ദീർഘനേരം സംസാരിച്ചു. ഇന്ത്യയുടെ പ്രകടന പത്രിക നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വന്നത്. അധികാരത്തിൽ വരാത്തവർക്ക് എന്തും പറയാമല്ലോ എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആത്മവിശ്വാസത്തിലാണ്. ഒരു 5 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചെറുതല്ലോ അല്ലേ? കൃത്യമായി പറഞ്ഞാൽ 5 പതിറ്റാണ്ടോളം ഉണ്ട് ആ രാഷ്ട്രീയം. കേരളത്തിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള നേതാവാണ് നമ്മളോട് സംസാരിച്ചത്. ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതീക്ഷയിലാണ്. കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിച്ചു വരുമെന്നാണ് ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത്. ഓൾ ദി ബെസ്റ്റ് ശ്രീ രമേശ് ചെന്നിത്തല, ഗംഭീരമാവട്ടെ. ഒരു കാര്യം ഇടയ്ക്ക് ഞങ്ങളൊരു അമ്പലപ്പുഴ പാൽപ്പായസം അങ്ങേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, മോനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി അങ്ങേക്ക് നൽകാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം, അമ്പലപ്പുഴയിൽ ഇത്തവണ ഞങ്ങൾ പായസം കുടിക്കും. ഉറപ്പാണോ? ജി സുധാകരന്റെ കാര്യത്തിൽ ഉറപ്പാണ്. ജി സുധാകരൻ വിജയിക്കാൻ സാധ്യത? ഉറപ്പായിട്ട് വിജയിക്കും. ജനങ്ങൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. ഒരു നിഷ്പക്ഷരായ ജനങ്ങൾ അല്ലേ? ഞാനവിടെ പ്രസംഗിക്കാൻ പോയപ്പോഴേ പബ്ലിക്കാ കൂടുന്നത്, പ്രവർത്തകരല്ല, പബ്ലിക് കൂടുക. പക്ഷെ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ ഇടയ്ക്ക്. അവിടെ പാർട്ടി വിടാതെ നിൽക്കുന്ന കെ സുധാകരൻ, പാർട്ടി വിട്ടുവന്ന ജി സുധാകരൻ, ഇതിലാർക്കാണ് ധാർമ്മികത കൂടുതൽ? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. എന്തുകൊണ്ട് കെ സുധാകരൻ പാർട്ടി വിട്ടില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അചഞ്ചലമായ കൂടും. ഞങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ MP ആക്കിയതാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാനനഷ്ടം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വേറൊരു സ്ഥാനം കൂടെ ആഗ്രഹിച്ചു എന്നുള്ളതേ ഉള്ളൂ. ജി സുധാകരൻ്റെ കാര്യം അതല്ല. 63 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയും പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. സ്വന്തം അനിയൻ രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷി കുടുംബത്തിൽ വന്ന വ്യക്തിയെ, സുധാകരനെ അപമാനിച്ച് ആക്ഷേപിച്ച് ജില്ലാ കമ്മിറ്റി ഇരിക്കുന്ന ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെയായിരിക്കും? പക്ഷെ ആ അനിയൻ ഭുവനേശ്വറിന്റെ കൊലപാതകികൾ എന്ന് പറഞ്ഞത് കേസുവിന്റെ ആക്ച്വലി കേസുകാരല്ല, ഈ അന്നത്തെ DSU കൂടെ ചേർന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഗ്രേറ്റ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതോടൊപ്പം രോഹൻ, കമോൺ രോഹൻ. ഇത് രോഹൻ ആണ്. നമ്മളുടെ രോഹൻ കുന്നുമ്മൽ ഒരു ക്രിക്കറ്ററാണ്, പ്രേക്ഷകർക്കറിയാം. ഞാൻ രോഹനോട് ചോദിച്ചു, രോഹൻ ഇഷ്ടപ്പെട്ട ഗെയിം ക്രിക്കറ്റാണ്. ക്രിക്കറ്റും ഫുട്ബോളും ആണോ ഇഷ്ടം? ഇത് രമേശ് ചെന്നിത്തലയുടെ കൊച്ചുമകനാണ്, നമ്മളോടൊപ്പം വാർത്തകളൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പോ അവൻ കഴിഞ്ഞ സുധാകരൻ ഞാൻ പറഞ്ഞപ്പം കെ സുധാകരനാണോ ജി സുധാകരനാണോ? ആണോ? വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG-യിലാണ് പഠിക്കുന്നത്. ഈ സോ പൊളിറ്റിക്കലി ലിറ്ററേറ്റ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. താങ്ക് യു.